ഇതൊന്ന് സൈൻ ചെയ്തേക്കണേ. നേർന്നട മോനെ. അമ്മ നരങ്ങായിരുന്നേ. ഈ പാട്ടാ എപ്പോഴും ഇതൊക്കെ തന്നെ. അത് മാറ്റിയോ? ആ മോഹൻലാൽ ഉള്ളപ്പോഴാ. നിനക്ക് നല്ല മാർക്കൊക്കെ ഉണ്ട്. ആ പക്ഷെ നീ ഉണ്ണാതെ ഉറങ്ങാതെയും കുത്തിയിരുന്ന് പഠിച്ച് അസുഖം വരുത്തി വെക്കരുത് കേട്ടാ. ഞാൻ ആവശ്യത്തിന് ഉണ്ണുന്ന ഉറങ്ങുന്നൊക്കെ ഉണ്ട്. അച്ഛന് വെറുതെ തോന്നിയ. തോന്നി. പരീക്ഷ ഒന്ന് കഴിഞ്ഞോട്ടെ. ഞാനും മോളും കൂടെ ഗിരിജയുടെ വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുക. അവിടെ പോയി സുഖമായിട്ട് ആഹാരമൊക്കെ കഴിച്ച് നല്ല ഉറക്കമൊക്കെ ഉറങ്ങി ക്ഷീണമൊക്കെ മാറിയിട്ടേ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരുന്നുള്ളൂ. കറക്റ്റ്. അപ്പൊ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. ട്രെയിനിൽ പോണോ ഫ്ലൈറ്റിൽ പോണോ എന്ന് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. മിക്കവാറും ഫ്ലൈറ്റിലായിരിക്കും. ഇല്ല അമ്മമ്മ? ഫ്ലൈറ്റിൽ മതിയടി മോളെ. അപ്പൊ അവിടെ വരെ എത്തി കാര്യങ്ങൾ അല്ലേ? ഈ പാട്ടൊന്ന് മാറ്റി ആ പഴയ പാട്ടൊന്ന് വെച്ചടി. ഇല്ല മാറ്റില്ല. റിമോട്ട് എങ്ങത്താ? സൂപ്പറാ നോക്കിയാച്ചാ. ഓ ഇതെങ്ങനെയാ കണ്ടോണ്ടിരിക്കുന്നത്? എന്തൊരു ഇടിയല്ലേ. എന്തോന്നാ വിനോദ് വരാൻ വൈകുന്നാ പറഞ്ഞേ. നമുക്കങ്ങ് കഴിച്ചു തുടങ്ങാം. സിസ്റ്ററെ ഇതെന്താ ഡയറ്റ് ആണോ അതോ സമയം കിട്ടിയില്ലേ? സമയം കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ചപ്പാത്തി ആരോഗ്യത്തിന് നല്ലതല്ലേ? അത് ശരിയാ. എന്നാലേ സിസ്റ്റർ ഇതങ്ങ് കഴിച്ചോ. കഴിച്ചോ, നമുക്ക് ഷെയർ ചെയ്യാം. മൊത്തം കഴിച്ചോ. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറ. ഇതിപ്പോ ഒത്തിരി ഉണ്ടല്ലോ. എല്ലാം കഴിച്ചോ. ആ നിങ്ങൾ കഴിച്ചു തുടങ്ങിയാ? വാടാ, ഞങ്ങളിപ്പോ തുടങ്ങിയുള്ളൂ. ഇരിക്ക്. ഒന്നും പറയണ്ട ആശാനെ, രാവിലെ തൊട്ട് നിലത്ത് ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഒന്ന് കഴിക്കാന്ന് പറഞ്ഞ് ഇറങ്ങാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ആ 14 പേഷ്യന്റിന് എനിമ കൊടുക്കണം. ഞാൻ വൃത്തിയേടാക്കിയത് മൊത്തം വൃത്തിയാക്കി. സിസ്റ്റർ കഴിച്ചോ? അതൊന്നും മൈൻഡ് ആക്കണ്ട. ഇതെന്തൊരു ചപ്പാത്തി? എനിക്ക് വണ്ണം കൂടുന്നുണ്ടോ എന്നൊരു സംശയം. സംശയമല്ല, കൂടുന്നുണ്ട്. ആഹാരമൊക്കെ ഒന്ന് കുറച്ച് ഇറച്ചി മീനൊക്കെ ഒന്ന് പരമാവധി ഒഴിവാക്കി പച്ചക്കറിയിലേക്ക് പോകാനാണ് തീരുമാനം. പച്ചക്കറി മാത്രം ആക്കിയോട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ എരുമ, പശു, ആന അതൊക്കെ പക്കാ വെയിറ്റ് എറിയുന്നില്ല. എന്നിട്ട് അത് മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എടാ, ആഹാരം കുറച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. വലുപ്പിന് 2 റൗണ്ട് ഓടുവോ, കുറെ അരമണിക്കൂർ നീന്തുവോ ഒക്കെ ചെയ്യണം. അപ്പോൾ നെയ്യും കൊഴുപ്പൊക്കെ മാറി നല്ല മമ്മൂട്ടിയെ പോലെ സുന്ദരനാവും. ഇതൊക്കെ ചുമ്മാ പറയണ ആശാന്. അങ്ങനെയാണെങ്കിൽ ഈ തിമിംഗല കടലിൽ കിടക്കണത് അതെപ്പോഴും നീന്തിക്കൊണ്ടിരിക്കല്ലേ, എന്നിട്ട് അത് മെലിഞ്ഞാണ്. അത് ഈ തിമിംഗലം മെലിഞ്ഞാണ് നെത്തോലിയായിട്ട് മാറുന്നത്. ചുമ്മാ ചുമ്മാ എനിക്കറിയാം എന്നെ പറ്റിക്കാൻ പറയണമെന്ന്. നീ ഒന്ന് ട്രൈ ചെയ്ത് ചേട്ടാ ഒന്ന് വന്നേ. അമ്പിളി വരണേ, പെട്ടെന്ന് വേണം. എന്തു പറ്റി? 23 പേഷ്യന്റ് വയലന്റാ. പിടിച്ചിട്ടാണേ നിക്കുന്നില്ല, ഭയങ്കര ബഹളം. പെട്ടെന്ന് വാ, വന്നിട്ട് കഴിക്കാം. വാ, പെട്ടെന്ന് വാ. അല്ല നീ കഴിച്ചോ. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിക്കാം. സിസ്റ്റർ വാ. മീന് മക്കളെ മാറി മാറി. എന്റെ മോനെ ഒന്നുമില്ല. ഒന്നുമില്ലടാ. വന്നേ ചെല്ലു മക്കളെ. വന്നേ. എടാ പെട്ടെന്ന്
പെട്ടെന്നാവട്ടെ ഇതെങ്കിൽ നമുക്ക് പോകാൻ കുറേ പ്രാക്ടീസ് ചെയ്തേടാ ഇവിടെ എത്തുമ്പോൾ ശരിയാണ് ശരിയാണ്. ആ ഇവിടെ എത്തുമ്പോഴാണ് തെറ്റിപ്പോകുന്നത്. ലാസ്റ്റ് നമുക്ക് ഇവിടെ ഒന്നുകൂടെ നോക്കാം. ഇതെന്തുവാ മഹീൽ മഹാ? എന്തടി എല്ലാവരും ഉണ്ടല്ലോ. ആ അത് മധുവൊഴുക്കും പേരാണ്. റീനെ നോക്കാരാ നോക്കല്ലേ? അല്ല ഈ വായി നോക്കി എങ്ങനെ അറിഞ്ഞാൽ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുവാന്ന്? എനിക്കറിഞ്ഞൂടാ. ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കൂടാ ലോകതോൽവി ഉണ്ടല്ലോ. ഓഹോ നോക്കരുതെന്ന് പറഞ്ഞിട്ട് നോക്കിയല്ലേ? ഞാൻ നോക്കിയൊന്നുമില്ല, കണ്ണൊന്നും പിടിച്ചപ്പോ കണ്ടതാ. അതെ. അവൻ നിന്നെ ഇന്ന് എന്തായാലും പ്രപ്പോസ് ചെയ്യും. നീ നോക്കിക്കോ. നീ കട്ടയ്ക്ക് റിജക്ട് ചെയ്തോ? അല്ല പിന്നെ പഠിക്കാൻ വന്നാ പഠിച്ചിട്ട് പോണം. പറയുന്ന ആള് കൊള്ളാം. പ്രേമരോഗത്തിനെ ദിവസവും 3 നേരം മരുന്ന് കഴിക്കുന്ന ആളാ. ഒന്ന് പോടി. അതെ അവനെ പിടിച്ചു നിർത്തിയിട്ട് അവന്റെ ചെപ്പ കുറ്റി നോക്കി 2 പൊട്ടിച്ചിട്ട് പറഞ്ഞാലോ ഇനി മേലാൻ എന്റെ പുറകെ നടക്കില്ലെന്ന്. ഇങ്ങോട്ട് തന്നെ നോക്കുന്നേ. ഞാൻ വേണ്ടണം പോയി സംസാരിക്കേ, അവസരം കളയാതെ. എടീ, ചുമ്മാ പറയാ നിക്കടി. തനിക്ക് സംസ്കൃതം നല്ല വശമുണ്ടല്ലേ? സംസ്കൃതം വദനം രുചിരം ഹൃദയാന്തഹരം മാതകഹാസം മാധവമാസം മൗനാചരണം മദീനി സുമുഖി അണയു സഖിനി കുവളയ നയനെ. ഇതിന്റെ അർത്ഥം എന്താ? എൻ്റെ അമ്മേ എനിക്കറിയില്ല. ഇല്ല, ഒന്നും മനസ്സിലായില്ല. ആ ബെസ്റ്റ്. ഇതിന്ന് രാവിലെ തൻ്റെ ഫ്രണ്ട് എൻ്റെ കൈ തന്നിട്ട് ഓടിക്കളഞ്ഞ. ഇതാരാ എഴുതിയേ? ഇത് എഴുതിയത് യൂസഫ് അലി സാർ. പുള്ളിക്കാരൻ കാണുന്ന പോലെ ഒന്നല്ലല്ലേ? അറിയോ സാറിനെ? ആ മറ്റേ ടി വിയിലൊക്കെ കാണുന്ന ലുലുമോളുടെ ഓണർ അല്ലേ, ദുബായിലുള്ള? അയ്യോ അതല്ല, അതല്ലേ? ഇത് യൂസഫ് അലി കേച്ചേരി സാർ. ആ അതൊക്കെ പോട്ടെ. ഇതിന്റെ അർത്ഥം എന്താ? അത് ഞാൻ പിന്നെ പറയാം. ആ ബെസ്റ്റ്. നല്ലൊരു ലവ് സോങ് കിട്ടിയപ്പം വെച്ചങ്ങ് കാച്ചിയല്ലേ? എന്താണേലും എനിക്കിഷ്ടായി. വൈകിട്ട് ഫ്രീ ആണോ? എടീ അവര് തമ്മിൽ സെറ്റായോ? നമുക്ക് അവളെ വിളിച്ചോണ്ട് പോയാലോ? നമുക്കോ പറ്റുന്നില്ല. അല്ല എനിക്കോ പറ്റുന്നില്ല. അവരെങ്കിലും എൻജോയ് ചെയ്യട്ടെ. എന്ന് വെച്ചാ എനിക്ക് ആരോ ഉണ്ടെന്നല്ലേ? ഒന്ന് പോടി. താനെന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നൊക്കെ ഞാൻ കാണാറുണ്ട്. ആണോ? ഇത് എല്ലാരും നോക്കുന്നുണ്ട്. ഞാൻ പോട്ടെ. പോവാണോ? പ്രാക്ടീസ് ആണോ? പിന്നല്ലാതെ. ബൈ. Tasteful face brings delight to my heart. Intoxicating smile is like the month of Madhava. Please stop your verve of silence. Hey beauty, come closer dear. The one with eyes like water lilies.